നമ്മുടെ വീട് എങ്ങനെയുണ്ട്? എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി. നമുക്കെന്നാലേ ഇവരെ തുറന്ന് കാണിക്കാം വീട്. ഗംഗ തന്നെ തുറന്നു. അതെ, ഇതാ എന്റെ വീട്, എന്റെ സ്വന്തം വീട്. എങ്ങനെയുണ്ട് വീടിന്റെ റൂം? നല്ല വീട്, പഴയ വീടിനെക്കാട്ടി സ്വർഗ്ഗമാണ് ഈ വീട്. ഇനി ഗംഗ വെള്ളം ഒന്നും കോരണ്ട കേട്ടോ. സത്യമായിട്ട് മോട്ടർ പോലും വെച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ല. നമ്മള് വീടാകുമ്പോ എല്ലാം ചെയ്യണ്ടേ, നന്നായി പഠിച്ചാൽ മതി. അതിനുള്ള സാഹചര്യങ്ങൾ മൊത്തം ഒരുക്കിയിട്ടുണ്ട്. സൈമൾട്ടേനിയസ്ലി സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത സമയത്ത് പോലും നല്ല രീതിയിൽ പഠിച്ച് ഉന്നത മാർക്ക് മേടിച്ച കുട്ടിയാ. കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല വീടായില്ല. നേരത്തെ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഞാൻ വീട്ടിൽ വരും. നമ്മളെങ്ങനെ ആ പഴയ വീട്ടില് എനിക്കിപ്പം ധൈര്യത്തോടെ വിളിച്ച് പറയാം എന്റെ ഫ്രണ്ട്സിനോട്. വീട് പൊളിക്കുന്ന സമയത്തേ ഷേഡിന്ന് ഒരു പാമ്പ് തറ വീണായിരുന്നു ഇടിച്ചു പൊളിച്ച സമയത്ത്. ഹായ്, നമസ്കാരം. ആദ്യം തന്നെ പ്രേക്ഷകർക്ക് നന്മ നിറഞ്ഞ ഓണം ആശംസിക്കുകയാണ്. ഈ ഓണനാളിൽ ഒരു നന്മ നിറഞ്ഞ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഗംഗ, അതുപോലെ തന്നെ ഒരു വാർഡ് മെമ്പറാണ്, പൊതുപ്രവർത്തകനാണ് സാജു ഖാൻ. ഈ ഓണനാളിൽ ഗംഗയ്ക്ക് സാജു ഖാൻ കൊടുത്തൊരു സമ്മാനമാണ് എൻ്റെ ഈ പിറയിൽ കാണുന്ന മനോഹരമായ വീട്. അതിനൊരു കഥയുണ്ട്. നമുക്ക് സാജു ഖാനോടും ഗംഗയോടും ചോദിച്ച് എന്താണ് നമുക്കറിയാം. ഗംഗയ്ക്ക് ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കാൻ കാരണം എന്താണ്? ഗംഗയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ ഞാൻ എൻ്റെ കൈ കൊണ്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സഹായിച്ച ഒരുപാട് കരങ്ങളുണ്ട്. അപ്പോൾ ഗംഗ പഠിക്കാൻ പിടിക്കുക. 97% മാർക്കുള്ള ഗംഗ മെറിറ്റ് അവാർഡ് മേടിക്കാൻ വന്നതാണ്. മെറിറ്റ് അവാർഡ് മേടിക്കാൻ വന്നപ്പോൾ അവിടെ സ്വാഗത പ്രാസംഗികൻ ഉനൈസായിരുന്നു. ഉനൈസ് നമ്മുടെ ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഗംഗ ഏറ്റവും അവസാനം വോളണ്ടിയർമാരുമായി കൂട്ടുകൂടി. വോളണ്ടിയർമാരെന്ന് വെച്ചാൽ ഇവരും കൂടെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുമായി വന്നിട്ട് എന്നോട് പറഞ്ഞു വീട്ടിലേക്കൊന്ന് വരണേ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ 2-3 തവണ വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ എന്നെ വീണ്ടും റിമൈൻഡ് ചെയ്തു വീട് വരെ ഒന്ന് വരണ്ടേ. വന്നപ്പോഴാണ് ആ ഭീകരത മനസ്സിലായത്. നമ്മുടെ സമൂഹത്തിൽ പല വാർത്തകളും കേൾക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും മിടുക്കരായ ആ കുഞ്ഞുങ്ങൾ ആ വെച്ച് പരിമിതമായ സാഹചര്യത്തിലിരുന്ന് ആ ടോപ്പ് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ചെയ്തേനെ. അത് വന്ന് കണ്ടു. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും ആലോചിച്ചു. എന്നാൽ പിന്നെ നമുക്ക് വീട് പണി തുടങ്ങാമെന്ന് കരുതി. വീട് പണി തുടങ്ങി. പലരിടത്തും നമ്മൾ പല സഹായങ്ങളും ചോദിച്ചു. സമയബന്ധിതമായി നമ്മളും എല്ലാം അതിനകത്ത് നല്ല കോൺട്രിബ്യൂഷൻ ചെയ്ത് നമുക്ക് വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിനിടയ്ക്ക് ഇതിൻ്റെ വീട്ടിലൊരു മരണമുണ്ടായി. അതുകൊണ്ടൊന്ന് ഡിലേ ആയി. അതിനുശേഷം നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വീട് കൊടുക്കണമെന്ന് തന്നെ ആഗ്രഹിച്ച് അതിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് ഇപ്പോൾ ഒരു ഗൃഹം ആയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത് പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് അതിൻ്റെ അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതെ ക്യാൻസറായിരുന്ന സമയത്ത് പോലും അവരെ ശുശ്രൂഷിക്കുകയും പഠിക്കുകയും സൈമൾട്ടേനിയസ്ലി സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത സമയത്ത് പോലും നല്ല രീതിയിൽ പഠിച്ച് ഉന്നത മാർക്ക് മേടിച്ച കുട്ടിയാണ്. വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലൊരു എന്താ പറയുക, ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒരുപാട് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെല്ലാം സഹായിച്ച എല്ലാവരോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ സാജു ഖാനോട് ചെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ആദ്യം ഞങ്ങള് സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചില്ല. ഞാൻ അടച്ചുറപ്പുള്ളൊരു വീടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് അതിൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ലൊരു വീടാണ് എനിക്ക് വെച്ച് തന്നിരിക്കുന്നത്. എന്തായിരുന്നു ആ പഴയ ഒരു വീടിന്റെ സാഹചര്യം? എങ്ങനെയായിരുന്നു അത്? ചോരുമൊക്കെ ചെയ്യും, അതിനകത്ത് കിടക്കാനൊന്നും പറ്റത്തില്ല, പാമ്പും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാനും ഒന്നും, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നമുക്കെന്നാലേ ഇവരെ തുറന്ന് കാണിക്കാം വീട്. ഗംഗ തന്നെ തുറന്നു. അതെ, അതാണ് ഇപ്പൊ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഇതാ എന്റെ വീട്, എന്റെ സ്വന്തം വീട്. നമ്മളെ ഈ വീട് ഫുൾ തടിയും മറ്റു ഡെക്കറേഷൻ മൊത്തം ഉനൈസായിരുന്നു. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നേ. ഇതാണ് ഇതിൻ്റെ ഒരു ഹാള്. അതായത് പരിമിതികൾക്കുള്ളിലുള്ള ഒരു ഹാളാണ്. പിന്നെ ഇത് ഒരു റൂം, ഇത് ഗംഗയുടെ റൂം, ഇത് ഗംഗയുടെ അനിയത്തിയുടെ റൂമാണ്. 2 റൂം. ഇത് ഗംഗയുടെ റൂം. ഇതാണ് കിച്ചൺ. അടുക്കള അതിൻ്റെതായിട്ടുള്ളൊരു നീറ്റ്നെസ്സിൽ തന്നെ ചെയ്തേക്കുന്നത്. പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിലും നല്ല നീറ്റായിട്ട് വൃത്തിയായി അത് ചെയ്യാൻ കഴിഞ്ഞു. ഇനി ഗംഗ വെള്ളം ഒന്നും കോരണ്ട കേട്ടോ. സത്യമായിട്ട് മോട്ടർ പോലും വെച്ചിരുന്നു ഞാൻ വിചാരിച്ചില്ല. നമ്മൾ വീടാകുമ്പോൾ എല്ലാം ചെയ്യണ്ടേ. നീ നന്നായി പഠിച്ചാൽ മതി. അതിനുള്ള സാഹചര്യങ്ങൾ മൊത്തം ഒരുക്കിയിട്ടുണ്ട്. കറണ്ടിന്റെ കണക്ഷനോടെ ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാം ഒന്ന് ഫയലിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഒരു ഡേറ്റ് എടുത്ത് നമുക്ക് ഹൗസ് വാമിങ് നടത്താം. ഹൗസ് വാമിങ് നടത്തി എല്ലാവരെയും വിളിച്ച് നമുക്ക് സന്തോഷത്തോടെ ഒന്ന് കയറാം കേട്ടോ. ഇനിയിപ്പോ എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ ആയാലും എനിക്ക് വീട്ടിലോട്ട് വിളിച്ച് തരാം. കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല വീടായില്ല. നേരത്തെ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും ഞാൻ വീട്ടിൽ വരും. നമ്മളെങ്ങനെ ആ പഴയ വീട്ടില് എനിക്കിപ്പം ധൈര്യത്തോടെ വിളിച്ച് പറയാം എന്റെ ഫ്രണ്ട്സിനോട്. എടാ നമുക്ക് ഇവിടെ സ്റ്റഡി നടത്താം, കമ്പയർ സ്റ്റഡി ഒക്കെ നടത്താമെന്ന് എനിക്ക് വിളിച്ച് പറയാം. എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി. സാജു ഖാൻ നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ കുണ്ടം വാർഡ് മെമ്പറാണ്. ഒരു ചെറിയ വാർഡ് മെമ്പർ അദ്ദേഹത്തിന്റെ ഒരു പരിമിതിയൊക്കെ വെച്ച് അങ്ങനെ ചെയ്തു കൊടുത്ത കൊച്ചു മനോഹരമായ വീടാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി കാണാം. നന്ദി, നമസ്കാരം.